ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു ചൈനീസ് കോംബോ, ഒരു ബിസി ഡേ ഇൻ മൈ കുക്കിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിലൊരു ചൈനീസ് കോംബോ ആണ്. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് വരാം. ഓക്കെ, രാവിലെ മുതൽ തുടങ്ങിയതാണ്. ബിക്കോസ് ഡെലിവറി എല്ലാം തന്നെ 3 to 6 ഉള്ളിലാണ് കളക്ഷൻ. അതുകൊണ്ട് 3 o'clock 50 പേർക്കുള്ള ഫ്രൈഡ് റൈസും അതേമാതിരി തന്നെ മഞ്ചൂരിയൻ ബോൾസ്, വെജ് മഞ്ചൂരിയൻ ബോൾസും പിന്നെ സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് വിത്ത് ടോഫു ആൻഡ് സ്പ്രിംഗ് റോൾ. ഇതാണ് അവർക്ക് വേണ്ട മെനു ഉണ്ടായിരുന്നത്. ഇതൊരു കോർപ്പറേറ്റ് ഓർഡർ ആയിട്ടാണ് പോകുന്നത്, കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ വന്നിട്ട് 3 മണിക്ക് എടുത്തിട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നതൊക്കെ 3 to 6 ഉള്ളിൽ എനിക്ക് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുക്കിംഗ് തുടങ്ങിയാലേ ഓരോന്ന് സെഗ്മെൻ്റ് ആക്കിയിട്ട് എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് കണ്ടാലോ, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം എല്ലാം കൂടിയിട്ട് കുരുകുരേന്ന് പറഞ്ഞിട്ട് മുറിക്കുക. ആൻഡ് നന്നായിട്ട് സോട്ടേ ചെയ്യുക. ഇതൊരു ലാർജ് സ്കെയിൽ കുക്കിങ്ങിലാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് എന്നുള്ള നിലയിൽ ഓരോ കപ്പ് വീതം ഇതെല്ലാം എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒരു 2 സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോളൂ. അപ്പോൾ ഇത്രയും വലുതായിട്ട് കാണുന്ന സമയത്ത് എന്താണെന്ന് വിചാരിക്കേണ്ട. അതിലേക്ക് സോയാ സോസും ബ്ലാക്ക് പെപ്പർ പൗഡറും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഫ്രൈഡ് റൈസിന്. എന്നിട്ട് നല്ല പോലെ തലേ ദിവസം തന്നെ നമ്മൾ ഉണ്ടാക്കി കൂൾ ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് നന്നായി തണുത്തിട്ടുള്ള ബാസ്മതി റൈസാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെന്ത ബാസ്മതി റൈസ്. തലേ ദിവസത്തെ ചോറാണെങ്കിൽ നന്നായിട്ട് ഫ്രൈഡ് റൈസ് കിട്ടുള്ളൂ. അതല്ലാതെ അപ്പപ്പോഴായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയാൽ നന്നായിരിക്കില്ല. അതിൻ്റെ മുകളിൽ സ്പ്രിംഗ് ഓണിയനും കൂടി ഇടുന്നതോട് കൂടിയിട്ട് സൂപ്പറായിട്ടുള്ള ഫ്രൈഡ് റൈസ് കിട്ടും. ഇവിടെ നിങ്ങൾ കാണുന്നത് മിക്സഡ് വെജിറ്റബിൾസ് വിത്ത് ടോഫു, അതായത് സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് വിത്ത് ടോഫു എന്നുള്ള കംപ്ലീറ്റ് വെജിറ്റബിൾസും സോട്ടേ ചെയ്ത് അതിനെ സോസുകളിൽ ഓസ്റ്റർഷയർ സോസും അതേമാതിരി തന്നെ ഡാർക്ക് ബ്ലാക്ക് സോയാ സോസും എല്ലാം ആഡ് ചെയ്ത് അതിലേക്ക് ടോഫു ആഡ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കാറുള്ളത്. അതേമാതിരി തന്നെ ഇത് വെജ് മഞ്ചൂരിയൻ ബോൾസിനുള്ള ബോൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഗ്രേവിയിലാക്കി വെക്കും. ഇതെല്ലാം തന്നെ ഒരു കോർപ്പറേറ്റ് ഓർഡർ പോകുന്നതിന് മുമ്പായിട്ട് അവരുടെ HR-ഉം അവരുടെ ടീമും വന്നിട്ട് നമ്മളുടെ അടുത്തുനിന്ന് സാമ്പിൾ വന്ന് വാങ്ങിച്ച് കഴിക്കും. ആ സാമ്പിൾ അപ്രൂവ് ആയാൽ മാത്രമേ ഒരു കോർപ്പറേറ്റ് ഓർഡർ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് ഓർഡേഴ്സിന് നമ്മൾ ഇതാക്കുന്നത്. അതായത് ഒരുപാട് പേര് കൊട്ടേഷൻ കൊടുക്കും, ഒരുപാട് പേര് അത് നമുക്ക് ചെയ്യാൻ നോക്കും. പക്ഷേ നമ്മൾ അവരുടെ ടേസ്റ്റിന് പ്രകാരം അത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കൊട്ടേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞു, അതവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ അടുത്തത് വന്നത് എനിക്ക് പഫ്സാണ്. ഹരാബറ കബാബ്സ് ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്ന ഒരു സംഭവമാണ് വിനീസ് കിച്ചണിൽ. ബിക്കോസ് ഹോം മെയ്ഡ് പഫ്സ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ആൻഡ് എൻ്റെ ഫില്ലിംഗ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലോണം ഫില്ല് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അതുപോലെയാണ് ഫില്ല് ചെയ്യാറുള്ളത്. അതേമാതിരി തന്നെ ഹരാബറ കബാബ്സും എൻ്റെ വളരെ കെയർ എടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ ഹരാബറ കബാബ്സിൽ. ബിക്കോസ് അതിലൊരു ആർട്ടിഫിഷ്യൽ കളർ ഇല്ലാതെ നീറ്റായിട്ട് ആ ഗ്രീൻ കളർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അന്നത്തെ ഓർഡറിൽ നമുക്ക് വീണ്ടും വന്നിരുന്നത് പഫ്സ്. അതിൽ ചിക്കൻ, എഗ് ആൻഡ് വെജിറ്റേറിയൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് കറക്റ്റാക്കി വെച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ അതും 3 മണിക്ക് ആൾക്കാർ 3 to 5 ഉള്ളിൽ വന്ന് എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു. അതും ആ സെക്ഷൻ റെഡിയാക്കി വെച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഓരോ ഡിഫറെൻറ്റ് ആൾക്കാരാണ് വന്ന് എടുത്തിട്ട് പോകാൻ പോകുന്നത്. സോ എല്ലാം കൺഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ റെസിപ്പി വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതും ഞാൻ ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ട് ചെയ്തു വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ചൂടോടെയാണ് എനിക്ക് കൊടുത്തയക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3:30 ആകുമ്പോഴേക്കും വരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യുന്നത് എൻ്റെ വെരി ഫേമസ് ഫ്രം വിനീസ് കിച്ചൺ കൊറിയൻ ബൺസാണ് ഞാൻ ചെയ്യുന്നത്. ഗാർലിക് കൊറിയൻ ബൺസാണ്, ചീസ് ഗാർലിക് ബൺസാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ള പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ് ഇതുപോലെയാണ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയൂ, ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി ഇട്ട് തരാം. സോ ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ബൺസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട്, അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടത് ആ ഒരു ഗാർലിക് ബട്ടർ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ഹെർബ് ബട്ടർ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ
തലേദിവസം തന്നെ ആ ഫില്ലിങ്ങിനെ റെഡിയാക്കി വെക്കണം. അപ്പോഴേ അത് നന്നായിട്ട് അങ്ങോട്ട് ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ബേക്ക് ആവുന്ന സമയത്തുണ്ടല്ലോ, ഇറ്റ് ഈസ് അമേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ഓഫ് വിനീസ് കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഞാൻ ഈ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് വെക്കാറാണ് പതിവ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഹെർബ് ബട്ടർ അങ്ങോട്ട് വെക്കും. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ചീസ് വെക്കും. ഒന്നിലും ഒരു കുറവും വരുത്താറില്ല. ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഏനോ താനോ എന്നുള്ള പണി എനിക്ക് അറിയില്ല, എനിക്ക് ചെയ്യാൻ കിട്ടില്ല. എനിക്ക് എൻ്റെ വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ, കഴിക്കുന്ന ആൾക്കാർ മനസ്സ് തൃപ്തിയോടുകൂടെ കഴിക്കണം, തൃപ്തിയായിട്ട് അവർ കഴിക്കണം. അപ്പോഴേ നമ്മളെ അവർ ഓർക്കുള്ളൂ, ഓ ഇത് വിനീസ് കിച്ചൺ എന്നാണ് എന്നുള്ളത് ഓർക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് വിനി പൈസ വാങ്ങിക്കുന്നില്ല ആദ്യം എന്ന്. ഒരുപാട് പേരുടെ സംശയം അതാണ്. വിനീസ് കിച്ചൺ എന്തുകൊണ്ട് ഒരു ഓർഡർ എടുക്കുന്ന സമയത്ത് ക്യാഷ് ഒരു അഡ്വാൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പൈസയോ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല? എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ള ഒരാളല്ല. എനിക്ക് കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ വർക്ക് ചെയ്ത് മടുത്തിരിക്കുന്ന ഒരാളാണ്. എന്നിട്ടാണ് ഞാൻ ഒരു ഹോം കുക്ക്ഡ് ഫുഡായിട്ടുള്ള രീതിയിൽ തുടങ്ങിയിരിക്കുന്നത്. ആൾക്കാർ അത് എൻജോയ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഭക്ഷണം ആദ്യം, എന്നിട്ടേ പൈസ. അത്രയേ ഉള്ളൂ. എൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് നിങ്ങൾ തൃപ്തിയായിട്ട് ഭക്ഷണം കഴിക്കുക. എന്നതിന് ശേഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ മറക്കില്ല പൈസ തരാൻ. അപ്പോൾ അറിഞ്ഞ് നന്നായി ഭക്ഷണം കഴിച്ച ഒരാൾ എന്തായാലും ആ ഒരു സ്ഥാപനത്തിന് എത്രയാണ് വിനി പറയൂ കേട്ടോ, നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പൈസ തരണതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതല്ലാതെ ഞാൻ ഒരിക്കലും ഒരാളുടെ അടുത്ത് പറയാറില്ല, ലൈക്ക് ആദ്യം പൈസ വെക്കേ എന്നിട്ട് ഭക്ഷണം എടുത്തിട്ട് പോയാൽ മതി. ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ല. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പറ്റിച്ചിട്ട് പോയാൽ വിനി എന്തു ചെയ്യും എന്നുള്ളത്. ഇത്രേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ഒരാളെ പറ്റിക്കാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം ഞാൻ ആർക്കെങ്കിലും ദാനമായിട്ട് കൊടുത്തു എന്ന് അങ്ങോട്ട് വിചാരിക്കും. അതല്ലാതെ അങ്ങനെ നിങ്ങൾ പറ്റിച്ചിട്ടാണ് ആ ആൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പറ്റിച്ചിട്ട് ജീവിക്കട്ടെ, എനിക്ക് നഷ്ടം വരാനൊന്നുമില്ല. ഒരു തിങ്കിങ് അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ വരുന്നു, നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഓർഡർ ചെയ്തു, നിങ്ങൾ ഭക്ഷണം കഴിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് പറ്റിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് ദാനമായിട്ട് തന്നു എന്ന് അങ്ങോട്ട് വിചാരിക്കും. അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലാണ് ഞാനുള്ളത്. അതല്ലാതെ എന്താണ് പറയുക, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ ഒരു കാര്യത്തിൽ എപ്പോഴും ചോദിക്കാറുണ്ട്, ആദ്യം പറയൂട്ടോ, ആദ്യം തന്നെ പൈസ വാങ്ങിച്ചു വെക്കൂട്ടോ. ഇല്ല കുട്ടികളെ, എനിക്കതിന് നിൽക്കാനേ പറ്റില്ല. എൻ്റെ വിഷൻ തന്നെ വേറെയാണ് വിനീസ് കിച്ചണിനെ കുറിച്ച്. അപ്പോൾ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോളൂ.